അസ്സലാമുഅലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി മഹലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്കും അതേപോലെ തന്നെ ഇഫ്താർ സ്നാക്കും കൂടിയായ ഉന്നക്കായയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 4 ഏത്തപ്പഴമാണ്. നന്നായിട്ട് പഴുക്കാത്ത പഴം വേണം നമ്മൾ എടുക്കാൻ. അധികം പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് പഴുക്കാത്ത പഴം എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. ഏത്തപ്പഴം വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏത്തപ്പഴം നമുക്ക് വെന്തോ നോക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഏത്തപ്പഴം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനായിട്ട് ആദ്യമേ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഉടച്ചെടുക്കാം. ഞാനൊരു വിസ്ക് വെച്ചാണ് ഉടച്ചെടുക്കുന്നത്. ഫോർക്ക് ഉണ്ടായാലും ഉടച്ചെടുത്താൽ മതി. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഇത് ഉടച്ച് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കണം. അതിനായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം.
കൊടുക്കാം. അങ്ങനെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.